നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിനകത്ത് ഉണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ് ടു റിലേഷണൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ്? എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡിലുള്ള എന്തിനെ വേണമെങ്കിലും എൻറ്റിറ്റി എന്ന് പറയാം. അതുപോലെ തന്നെ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാലോ ആ എൻറ്റിറ്റിക്ക് ഒരുപാട് ആട്രിബ്യൂട്ട്സ് കാണും. അപ്പൊ ഈ എൻറ്റിറ്റിയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ആട്രിബ്യൂട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ടു റിലേഷണൽ മാപ്പിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവശമുള്ള ഡയഗ്രത്തിനകത്തെ ഓരോ എൻറ്റിറ്റികളെയും നമ്മൾ എങ്ങനെയാണ് റിലേഷണൽ ഡേറ്റാബേസ് ആക്കുന്നതെന്ന്. അതായത് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ റിലേഷൻ ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ റിലേഷൻസിന്റെ കളക്ഷൻ ആണ് റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ കൈവശമുള്ള എൻറ്റിറ്റികൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് എങ്ങനെയാണ് ഒരു റിലേഷണൽ ഡേറ്റാബേസ് ഫോം ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ ഈ അൽഗോരിതത്തിന് 7 സ്റ്റെപ്പുകളാണുള്ളത്. അതായത് 7 മാപ്പിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഓരോ ടൈപ്പിലുള്ള എൻറ്റിറ്റികളും അതുപോലെ തന്നെ ഓരോ ടൈപ്പിലുള്ള ആട്രിബ്യൂട്ടുകളും എങ്ങനെയാണ് റിലേഷണൽ ഡേറ്റാബേസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഈ ഫിഗർ നോക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഈ ഫിഗർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്നുള്ള കാര്യം. അപ്പൊ ഈ ഫിഗർ നോക്കുക. ഇവിടെ തന്നിരിക്കുന്നത് നമ്മുടെ ഡയഗ്രത്തിനകത്ത് റെക്ടാങ്കിളിനകത്ത് തന്നിരിക്കുന്നതെല്ലാം എങ്ങനെയുള്ളതാണെന്നാ പറഞ്ഞത്? സ്ട്രോങ് എൻറ്റിറ്റി അല്ലെങ്കിൽ റെഗുലർ എൻറ്റിറ്റി ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ എംപ്ലോയി, ഡിപ്പാർട്ട്മെന്റ്, പ്രൊജക്ട് എന്ന് പറയുന്നതാണ് റെഗുലർ എൻറ്റിറ്റികൾ. ഇനി ഡബിൾ റെക്ടാങ്കിളിനകത്ത് തന്നിരിക്കുന്നത് വീക്ക് എൻറ്റിറ്റി ആണെന്ന് പറഞ്ഞിരുന്നു. അതായത് കീ വാല്യൂ ഇല്ലാത്ത എൻറ്റിറ്റി. അപ്പൊ ഡിപ്പെൻഡന്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വീക്ക് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റോംബസിനകത്ത് തരുന്ന എല്ലാമാണ് റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ വർക്ക്സ് ഫോർ, മാനേജേഴ്സ്, വർക്ക്സ് ഓൺ, കൺട്രോൾസ്, ഡിപ്പെൻഡൻസ് ഓഫ്, സൂപ്പർവിഷൻ, ഇത്രയുമാണ് ഇവിടുത്തെ റിലേഷൻഷിപ്പുകൾ. പിന്നെ ഓവൽ ഷേപ്പിനകത്ത് തന്നിരിക്കുന്നതാണ് ആട്രിബ്യൂട്ടുകൾ. ഓരോ എൻറ്റിറ്റിയും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആട്രിബ്യൂട്ടുകളുമാണ് ഓവൽ ഷേപ്പുകളിൽ തന്നിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ആണെന്ന് പറഞ്ഞായിരുന്നു. ഒന്നിനെ സബ്ഡിവൈഡ് ചെയ്ത് വീണ്ടും ആട്രിബ്യൂട്ടുകൾ വരുന്നുണ്ടെങ്കിൽ അതാണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന ആട്രിബ്യൂട്ടുകളാണ് കീ വാല്യൂസ്. ഇതൊക്കെയാണ് കീ വാല്യൂസ്. ഈ അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്നതാണ് കീ വാല്യൂസ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഡിപ്പെൻഡന്റ് എന്ന് പറയുന്നത് വീക്ക് എൻറ്റിറ്റി ആയതുകൊണ്ട് അതിനൊരു പാർഷ്യൽ കീ ഉണ്ട്. അതാണ് ഈ തന്നിരിക്കുന്ന ഡോട്ട് ഇട്ടിരിക്കുന്നത് പാർഷ്യൽ കീ. പ്രൈമറി കീ അല്ല, പക്ഷേ പാർഷ്യൽ കീ. പിന്നെ തന്നിരിക്കുന്നത് ഈ ഡോട്ട് ഇട്ടുള്ള ഓവൽ ഷേപ്പിൽ തന്നിരിക്കുന്ന എന്താണ്? ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് ആണ്. ഒറിജിനൽ ആയിട്ട് ഡേറ്റാബേസിനകത്ത് ഇല്ല. യൂസർ കണ്ടുപിടിക്കുന്ന ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് ആണ് ഈ ഡോട്ട് ഇട്ട് തന്നിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡബിൾ റോംബസ് തന്നിരിക്കുന്നത് എന്താണ്? ഐഡന്റിഫൈയിങ് റിലേഷൻഷിപ്സ് ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് റിലേഷൻഷിപ്പിന്റെ ടൈപ്പ് തന്നിട്ടുണ്ട്. 1 to n, 1 to n, m to n, 1 to n, 1 to 1, n to 1, അങ്ങനെ ടൈപ്പ് തന്നിട്ടുണ്ട്. പിന്നെ ഈ 2 വരെ വരുന്ന എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ പാർട്ടിസിപ്പേഷൻ. ഒരു എൻറ്റിറ്റി സെറ്റിനകത്തെ എൻറ്റിറ്റികളുടെ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആണ് ഈ ഡബിൾ വരയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഫിഗറിൽ നിന്നും ബേസിക് ആയിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ഇനി അൽഗോരിതത്തിനകത്ത് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നോക്കാം. 7 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്തെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് തന്നിരിക്കുന്നത് മാപ്പിംഗ് റെഗുലർ എൻറ്റിറ്റി ടൈപ്സ്. ഒന്നാമത്തെ മാപ്പിംഗ്, അതായത് റെഗുലർ എൻറ്റിറ്റി എങ്ങനെയാണ് റിലേഷണൽ ഡേറ്റാബേസിലോട്ട് ആക്കുന്നതെന്നുള്ള കാര്യം. ഫോർ ഈച്ച് റെഗുലർ എൻറ്റിറ്റി ടൈപ്പ് in the schema, create a relation R that includes all the simple attributes of E, include only the simple component attributes of a composite attribute. Choose one of the key attributes of E as the primary key for R. If the chosen key of E is a composite, then the set of simple attributes that form it will together form the primary key of R. എന്താ പറഞ്ഞിരിക്കുന്നത്? റെഗുലർ എൻറ്റിറ്റി അല്ലെങ്കിൽ സ്ട്രോങ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ കീ വാല്യൂസ് ഉള്ള എൻറ്റിറ്റി ആണ് റെഗുലർ അല്ലെങ്കിൽ സ്ട്രോങ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള എൻറ്റിറ്റിനെ ഡേറ്റാബേസിലോട്ട് ആക്കാൻ വേണ്ടി ആദ്യമേ പറഞ്ഞിരിക്കുന്ന കാര്യം, ഏതാണോ എൻറ്റിറ്റി ആ എൻറ്റിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പുതിയ റിലേഷൻ ക്രിയേറ്റ് ചെയ്യുക. പുതിയ റിലേഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞ് പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ആ ടേബിളിലോട്ട് എൻറ്റിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആട്രിബ്യൂട്ടുകൾ എഴുതുക. പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിലേഷൻ ക്രിയേറ്റ് ചെയ്യുക. ആ റിലേഷനിലോട്ട് ആട്രിബ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ എൻറ്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആട്രിബ്യൂട്ടുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമുക്കറിയാം റെഗുലർ എൻറ്റിറ്റിക്ക് എന്ത് വേണം? പ്രൈമറി കീ വേണം. പ്രൈമറി കീ വേണം എന്ന് പറയുമ്പോൾ
ഒന്നെങ്കിൽ ആ റെഗുലർ എന്റിറ്റിക്കകത്തെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആട്രിബ്യൂട്ടിനകത്തെ സിംഗിൾ ആയിട്ടുള്ള വാല്യൂസ് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇനി കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാനുള്ളെങ്കിൽ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്, ആ കോമ്പോസിറ്റിനകത്ത് വരുന്ന സബ് വാല്യൂ എല്ലാം കൂടെ കൂടിയതായിരിക്കും അതിന്റെ പ്രൈമറി കീ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എംപ്ലോയി ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പ്രൊജക്ട് ഉണ്ട്. ഇത് മൂന്നുമാണ് ഇവിടുത്തെ റെഗുലർ എന്റിറ്റി. അതായത് ഇതുണ്ടോ സിംഗിൾ റെക്ടാങ്കിളിനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ റെഗുലർ എന്റിറ്റി ഇതെല്ലാമാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, എംപ്ലോയി എന്ന് പറയുന്ന റെഗുലർ എന്റിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പൊ ആദ്യമേ നമ്മൾ എംപ്ലോയിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിലേഷൻ അല്ലെങ്കിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ആ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആട്രിബ്യൂട്ട്സുകൾ നമ്മൾ ആ ടേബിളിലോട്ട് ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവിടെ വരുന്ന ഒരു ആട്രിബ്യൂട്ടിനെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുക. ഇനി ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ആയിട്ട് വന്നിരിക്കുന്ന നെയിം ആണ്. ഇനി നെയിം ആണ് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് സബ് ആയിട്ട് വരുന്ന ആട്രിബ്യൂട്ടുകളും കൂടെ അതിന് കൂടെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലെ എംപ്ലോയി, ഡിപ്പാർട്ട്മെന്റ്, പ്രൊജക്ട് എന്നിങ്ങനെയുള്ള ഓരോ എന്റിറ്റികളും റിലേഷൻ ആയിട്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുക, ആട്രിബ്യൂട്ടുകൾ ടേബിളിലോട്ട് ആഡ് ചെയ്യുക, പ്രൈമറി കീ സെറ്റ് ചെയ്യുക. അത്രയാണ് ഒന്നാമത്തെ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി വരുന്നതാണ് രണ്ടാമത്തെ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് വീക്ക് എന്റിറ്റി types, mapping of weak entity types. For each weak entity type W in the ER schema with the owner entity type E, create a relation R and include or symbol attributes of W as attributes of R. In addition, include as foreign key attributes of R the primary key attribute of S of the relation S that correspond to the owner entity type S. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ വീക്ക് എന്റിറ്റിനെ മാപ്പിംഗ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കീ വാല്യൂസ് ഇല്ലാത്ത എന്റിറ്റിനെ മാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ കീ വാല്യൂ ഇല്ലാത്ത എന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡിപ്പെൻഡന്റ് ആണ് കീ വാല്യൂ ഇല്ലാത്ത എന്റിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി ഈ കീ വാല്യൂ ഇല്ലാത്ത എന്റിറ്റി എന്ന് പറഞ്ഞാൽ മറ്റൊരു എന്റിറ്റിയുമായിട്ട് റിലേഷൻഷിപ്പിലാണല്ലോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ മറ്റൊരു എന്റിറ്റിയുമായിട്ട് റിലേഷൻഷിപ്പിൽ വരുമ്പം ആ റിലേഷൻഷിപ്പിനകത്ത് വരുന്ന എന്റിറ്റി സ്ട്രോങ് എന്റിറ്റി ആണെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഡിപ്പെൻഡന്റിന്റെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുമായിട്ട് റിലേഷൻഷിപ്പിൽ വരുന്ന സ്ട്രോങ് എന്റിറ്റിയുടെ പ്രൈമറി കീയും അതുപോലെ തന്നെ ഈ ഡിപ്പെൻഡന്റ് എന്ന് പറയുന്ന വീക്ക് എന്റിറ്റിയുടെ പാർഷ്യൽ കീയും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് പ്രൈമറി കീ സെറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഡിപ്പെൻഡന്റ് എന്ന് പറയുന്ന വീക്ക് എന്റിറ്റിയുടെ പാർഷ്യൽ കീയും അതുപോലെ തന്നെ ഡിപ്പെൻഡന്റുമായിട്ട് റിലേഷൻഷിപ്പിൽ വരുന്ന സ്ട്രോങ് എന്റിറ്റിയുടെ പ്രൈമറി കീയും കൂടെ കമ്പൈൻ ചെയ്ത്, ഇവിടെ നെയിമും SSNും കൂടെ കമ്പൈൻ ചെയ്താണ് ഈ ഡിപ്പെൻഡന്റ് എന്ന് പറയുന്ന വീക്ക് എന്റിറ്റിയുടെ പ്രൈമറി കീ സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ